ദേശീയ സിനിമാ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ് ആടുജീവിതം തടഞ്ഞതിനെ പറ്റി. പക്ഷേ സിനിമാ മേഖലയിൽ നിന്ന് അതിനോട് ഏറ്റവും ഷാർപ്പായി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടായത് നടി ഉർവശിയാണ്. ഉർവശി അറിയാം, ഉർവശി മികച്ച നടി എന്നുള്ള അവാർഡ് ഷെയർ ചെയ്യേണ്ടി വന്നു. അതിലവർ അതൃപ്തി പ്രകടിപ്പിച്ചോടൊപ്പം തന്നെ ആടുജീവിതത്തെ തടഞ്ഞതിനെക്കുറിച്ച് അവർ അതിശക്തമായി അവർ പ്രതികരിച്ചു. ആ പ്രതികരണം ഇങ്ങനെയാണ്: അന്ന് രാഷ്ട്രീയ നിലപാടുകളല്ല സിനിമയുടെ ക്വാളിറ്റി നിശ്ചയിക്കേണ്ടത്. രാഷ്ട്രീയ നിലപാടുകൾ വേറെ, സിനിമയായിട്ട് തന്നെ കാണണം. ആടുജീവിതം തീർച്ചയായിട്ടും അവാർഡിന് അർഹമായ ഒരു സിനിമയാണ് എന്ന് ഉർവശി അങ്ങനെ പറയാൻ ആരെങ്കിലും നടന്മാർ പോലും തയ്യാറായിട്ടില്ല. പൃഥ്വിരാജിനെ പിന്തുണച്ച് വരാനും ആ സമയത്ത് മലയാള സിനിമയിൽ നിന്ന് ആരും വന്നിട്ടില്ല. പക്ഷെ ഉർവശി ആ ഒരു ധീരത കാണിച്ചിരുന്നു. പിന്നെ ദേവൻ പറയുന്നത് എമ്പുരാനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ട് ആടുജീവിതം തഴഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം എമ്പുരാൻ ഇറങ്ങിയ സമയമായിരുന്നു അത്. എമ്പുരാൻ്റെ പ്രമേയം എന്താണെന്നും അന്ന് നിരവധി തവണ ഡിസ്കസ് ചെയ്യപ്പെട്ടതാണ്. അത് ഗുജറാത്ത് കലാപമാണ്. ഗുജറാത്ത് കലാപത്തെ ഊന്നിയുള്ള ആ പ്ലോട്ടിൽ നിന്നുള്ളൊരു സിനിമയാണ് എമ്പുരാൻ. അപ്പോൾ ആ സിനിമ ഇറങ്ങിയത് തന്നെ വലിയ വിവാദമായി. അതേ തുടർന്നാണ് ആടുജീവിതം വന്നപ്പോൾ അത് നിഷ്കരുണം തടയപ്പെട്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ 2014 മുതൽ നമ്മുടെ ദേശീയ അവാർഡ് എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. മുമ്പ് ഭരത് മോഹൻലാൽ, ഭരത് മമ്മൂട്ടി എന്നൊക്കെ പലരും ഈ മോഹൻലാലിനെ മമ്മൂട്ടിനെ വിശേഷിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആരും അങ്ങനെ പറയാറ് പോലുമില്ലല്ലോ. അതായത് നാഷണൽ അവാർഡ് കിട്ടുക എന്നുള്ളത് ഒരു ക്രെഡിറ്റേ അല്ല. ഇന്ന് നാഷണൽ അവാർഡ് കിട്ടുന്നത് ഒരു ക്രെഡിറ്റേ അല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അതിപ്പോൾ പത്മശ്രീ അവാർഡിൻ്റെ ഒരു ദുരവസ്ഥയിലേക്കാണെന്ന് സിനിമയിലെ ദേശീയ അവാർഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേശീയ അവാർഡ് പുരസ്കാരത്തിന് അർഹമായ ചിത്രം എന്നത് ഒരു സിനിമയുടെ മേന്മ കൂട്ടുന്നില്ല എന്ന്. മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ദേശീയ അവാർഡുകൾ ലഭിച്ച ചിത്രം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നെങ്കിൽ ഇന്നത് കേരള സ്റ്റോറിക്കും കാശ്മീർ ഫയൽസിനും ഷാറൂഖ് ഖാനും ഒക്കെ കിട്ടുന്ന ഒരു അവാർഡായി അത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഷാറൂഖ് ഖാൻ മോശം നടനാണെന്നല്ല പറഞ്ഞത്, ചിത്രത്തിനാണ് കൊടുത്തതെന്ന് കൂടെ നോക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ അവാർഡിൻ്റെ അവസ്ഥ. അപ്പോൾ ദേശീയ അവാർഡിന് കിട്ടിയില്ല എന്നുള്ളത് ആടുജീവിതത്തിനും എമ്പുരാനും ഒക്കെ ഒരു വേറെ ക്രെഡിറ്റായി മാറുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് പൃഥ്വിരാജ് പറഞ്ഞത് 10 പേര് കണ്ടിട്ടല്ല. കാരണം ഇതിൻ്റെ ജൂറി ചെയർമാൻ എന്ന് പറഞ്ഞിരുന്നു. ജൂറി ചെയർമാൻ എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിച്ചു എന്നതിനെക്കുറിച്ച് മലയാളിയായ ജൂറി അംഗം പുറത്തു വന്ന മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ്? ജൂറി ചെയർമാൻ ഇത് മുമ്പ് കണ്ടതാണ്, അദ്ദേഹത്തിന് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. അപ്പോൾ അതാണ് കാരണമെങ്കിൽ 10 പേര് കണ്ടിട്ട് മാർക്കിടുന്നതല്ല അവാർഡ്. ഈ സിനിമയ്ക്കുള്ള ആടുജീവിതത്തിനുള്ള അവാർഡ് ജനങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളൊക്കെ കണ്ടതാണ് സിനിമ. ആ സിനിമ തീർച്ചയായിട്ടും അവാർഡിന് അർഹമായ സിനിമ തന്നെയാണ്. പല തലങ്ങളിൽ അവാർഡ് ലഭിക്കേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു. അത് സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അഭിനയമാണെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഇനി കോസ്റ്റ്യൂം ഡയറക്ഷൻ ആണെങ്കിലും എല്ലാത്തിലും അവാർഡിന് ലഭ്യമായ ക്വാളിറ്റി, ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി സിനിമ പുറപ്പെടുവിച്ചിട്ടുണ്ട്. BJPക്കെതിരെ ഒരു സിനിമയിൽ പ്രമേയം വന്നാൽ അവാർഡ് കിട്ടില്ല എന്നുള്ളത് ഒരു നിതാന്ത സത്യമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. അതിലിപ്പോൾ അത്ഭുതപ്പെടാതിരിക്കുന്നു. ദേവൻ അത് കുറച്ചുകൂടി നിഷ്കളങ്കത കൊണ്ട് വിശദീകരിച്ചു എന്നേ ഉള്ളൂ.